ആലോചിച്ചോണ്ടിരിക്കുന്നത്? വേഗം പോയി ഒരു ജോസിനെ കാണണം. വെയിലൊന്ന് ആറിയിട്ടെങ്ങാനും പോകാ എന്റെ പൊന്നു കുഞ്ഞമ്മേ. നിങ്ങളോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ഈ കുഞ്ഞമ്മ കുഞ്ഞമ്മന്ന് വിളിക്കരുതെന്ന്. ആളുകൾ കേട്ടാ തെറ്റിദ്ധരിക്കും. ഇന്നാലും ബോംബെന്നെ സുനന്ദയുടെ ഭർത്താവോട് വന്നപ്പോ അയാൾ അവളോട് ചോദിച്ചു ഞാൻ നിങ്ങളുടെ കുഞ്ഞമ്മയാണോന്ന്. ഇന്നും ഒരു കാര്യം ചെയ്യാം, കുഞ്ഞമ്മ വിളിക്കാൻ മുമ്പ് സുഭദ്ര എന്ന് തുടങ്ങി ചേർത്തേക്കാം. അപ്പോഴും കുഴപ്പമാ. സുഭദ്ര കുഞ്ഞമ്മേന്ന് വിളിച്ചാലും ആള് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അച്ഛൻ അമ്മയെ സുഭദ്ര എന്ന് വിളിച്ചാൽ മതി. വിളിച്ചോളാ. രണ്ടുപേരും ഒന്ന് മാറിയാൽ അങ്ങോട്ട് പോണം. കാലത്തെ പുന്നാരം പോകാൻ തന്നെ ഇറങ്ങിയായിരിക്കല്ലേ? ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോ ശൗരം മുടക്കാണല്ലോ. തന്തപ്പടി ഇറങ്ങാൻ നോക്കൂല. രാവിലെ എന്തിനാ അവന്റെ നേരെ ചാടിക്കടിക്കുന്നത്? എന്റെ അടുത്ത് കളിച്ചോണ്ടല്ലേ. നേരം വെളുത്താ ഉടനെ തുടങ്ങും. അത് കഴിഞ്ഞാ ഉടനെ ഇറങ്ങും തെണ്ടാൻ. തിരിച്ചു വന്നാ ഉടനെ തുടങ്ങും. കൊട്ടലേ തെണ്ടല്ലേ, കൊട്ടലേ തെണ്ടല്ലേ. കുറെ നാളായല്ലോ മനുഷ്യന് ദൂരം തരാനായിട്ട്. ഇതുകൊണ്ട് വല്ല ഉണ്ടാക്കിയിട്ടുണ്ടോ? കല എന്ന് പറഞ്ഞാലേ ഒന്നും ഉണ്ടാക്കാനല്ല, അതൊരു സിദ്ധിയാണ്, ഒരു തപസ്യാണ്. അതങ്ങനെ ഇതൊക്കെ മനസ്സിലാകണമെങ്കിലേ ഇതിനകത്ത് വല്ലതും വേണം. എന്റെ അമ്മയെ പോലെ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി പറയല്ല, ഇവൻ എന്റെ മോനാണെന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പൊ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ എനിക്കില്ലാത്ത ഈ കൊട്ടൽ എങ്ങനെ ഇവനുണ്ടായി? എനിക്ക് കിട്ടിയതേ ഇവിടുത്തെ പാരമ്പര്യമല്ല, എന്റെ അമ്മയുടെ പാരമ്പര്യമാണ് എന്റെ സിദ്ധി. അങ്ങനെ പറഞ്ഞു കൊടുക്കാം മോനെ. എന്റെ മുത്തച്ഛനെ കൊട്ടാരത്തിൽ ആസ്ഥാന വിദ്വാനായിരുന്നു. കേളകത്ത് കിട്ടുള്ളിക്കുറുപ്പ് കേട്ടിട്ടുണ്ടോ? ആർക്കറിയാം, എങ്ങനെയാണ് വിവരം ഉണ്ടായിട്ടിട്ട്. മുത്തച്ഛനെ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് കാപ്പും വളയും നേരിട്ട് വാങ്ങിയിട്ടുള്ള മൃദംഗ വിദ്വാനാ. അങ്ങേര് കാപ്പും വളയും വാങ്ങി, ഇവനെന്ത് കോപ്പ വാങ്ങിയേ? സമയം വരുമ്പോ വാങ്ങിച്ചോളൂ. അതവൻ സമയം വരുമ്പോ വാങ്ങിച്ചോളൂ. നിങ്ങളെ പോലെ ഒരു പണിയും ചെയ്യാതെ 24 മണിക്കൂറും വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കുകയല്ല അവൻ. അമ്മ ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം അച്ഛനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയെങ്കിലും ഒരു വിവരം ഉണ്ടാവട്ടെ. മോനെ പ്രഭാര, നീ വേഗം പോയി ആ ജോത്സ്യരെ ഉടനെ ഇങ്ങോട്ട് അയക്കണം. പോയി കോപ്പുമളയും വാങ്ങിച്ചോണ്ട് വാ. മോനെ പ്രദീപേ, നിനക്ക് ബാങ്കിൽ പോണ്ടേ? സമയമില്ലേ? ടിവിയിൽ ക്രിക്കറ്റ് മാച്ചിലുണ്ട്, അവധി എടുത്തിരിക്കാമേ. ക്രിക്കറ്റ് ഉണ്ടോ? പിന്നെ എപ്പോഴും കുഞ്ഞ സുഭദ്രേ, എനിക്ക് കുറച്ച് കാപ്പി വേണം. എല്ലാം അടുക്കളയിൽ വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് പോയി കഴിച്ചോണം. അങ്ങോട്ട് വരികയായിരുന്നു. എന്താ, ഈ മാസം 16-ാം തീയതി ഒരു കച്ചേരി ഉണ്ട്, അന്ന് ഫ്രീ ആണോ? ഒന്ന് നോക്കിക്കോട്ടെ. 14 ചാലക്കുടി, 15 പാലക്കാട്, 16 17 ശരിക്കും പ്രോഗ്രാം അനുസരിച്ച് മുല്ലശ്ശേരി പോകേണ്ടതാ. പക്ഷെ അത് മാറ്റിവെച്ചു. നിങ്ങളുടെ ഭാഗ്യം. അതേ, വലിയ ഉപകാരം. ആരാ പാട്ട്? MS സുബേഷ്മയുടെ കച്ചേരിയാ. മറ്റു അധികാരമൊക്കെ ഹരിപ്പാട് വൈദ്യനാഥൻ വയലിൻ, പാലക്കാട് ശംഭു ഘടം, കോഴിക്കോട് നാരായണ മൃദംഗം. കോഴിക്കോട് നാരായണ മൃദംഗം വായിക്കാനുണ്ടല്ലോ. ഞാനെന്തിനാ? അല്ല, പ്രഭാകരട്ടം പറയാനില്ല, മൃദംഗം കൊടുത്തേച്ചാൽ മതി. അല്ല, കോഴിക്കോട് നാരായണയിൽ മേൽസുരത്തിക്കുള്ള മൃദംഗമില്ല, അതുകൊണ്ടാ മൃദംഗം വായിക്കാൻ വന്നിരിക്കുന്നു. അതിന് സാറിന് ചൂടാവുന്നു പറഞ്ഞോണ്ടല്ലോ. അല്ല, മൃദംഗം തരാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, അതിന് സാർ ചൂടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പാറ, നമുക്ക് വേറെ വല്ലവരും നോക്കാം. അയാൾ വലിയൊരു മൃദംഗ വിദ്വാൻ നടക്കുന്നു. ഭാവി, ഭൂതം, വർത്തമാനം എല്ലാം പ്രവചിക്കും. ഇങ്ങപ്പുറത്ത് പോകുന്ന സാറിന്റെ മൂലക്ഷം വിളിച്ചു പറയുന്നു, സാറിന് രാജ്യം അടിക്കാൻ പോകുന്നു. ഒന്നും നോക്കിട്ട് പോകുന്നേ, ഇതും കമ്പ്യൂട്ടർ കേസുകളാ. നിന്നെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നടത്തിട്ട് യാതൊരു പ്രയോജനമില്ല. നിന്റെ ഗ്ലാമറൊക്കെ പോയി. ഗ്ലാമർ ഇപ്പൊ കമ്പ്യൂട്ടറിനാ. അവനാ ഇപ്പോ ഭൂതവും ഭാവിയൊക്കെ പ്രവചിക്കുന്നത്. എന്റെ സമയം നിന്നാ നന്നാകുക. ഒരു ബമ്പർ അടിച്ചെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങിത്തോളിയിട്ടുണ്ട് നടന്നേനെ. ഇന്ന് വൈകുന്നേരത്തിൽ എനിക്ക് 5 കൈയെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഞാൻ നിന്റെ 32 കൊല്ലം അടിച്ചടക്കും. കഴിവയുടെ മോളെ കള്ളാന്നോ? അയ്യോ, ഞാൻ എത്ര പ്രാവശ്യം നോക്കി പറഞ്ഞതാ എന്റെ തമ്പി കുഞ്ഞെ. അല്ല, രേഖയിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോന്ന് അത് എത്ര വെച്ചോളൂ. മോളെ ഐശ്വര്യമായിട്ട് ചീട്ട് കുത്തിയെടുത്താട്ടെ. തമ്പി കുഞ്ഞിനി കണ്ണു അടച്ചിരുന്ന് ഹനുമാൻ അങ്ങ് പ്രാർത്ഥിച്ചോളൂ. ഭൂതനാല് ചെയ്തതും കപസയും പോകും. പോലീസ്
കാരണം ഭൂതഗണാതിസേവിതം കവിതയ്ക്ക് പൂവല സാരപക്ഷിതം മാ സുഖം ശോകം നാശകം. ആ ഇനി തമ്പി കുഞ്ഞ് കണ്ണു തുറന്ന് ആ ചീട്ടം കൊടുത്തു നോക്കിയേ. ഹനുമാനല്ലേ വന്നിരിക്കുന്നത്? അതെ. എന്റെ മോൾക്ക് തെറ്റുപറ്റിയില്ല. ഹനുമാനാണ് വന്നിരിക്കുന്നത്. 1 വർഷം ഹനുമാനെ സേവിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. എന്നാൽ ഇന്ത്യയിൽ മാത്രമല്ല, പുറ രാജ്യങ്ങളിലും അതിഭയങ്കരനായി അറിയപ്പെടുന്ന ഒരു മൃഗങ്ങൾ ഉദ്യോഗനായി തീരും. ഒന്നര കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്കൊരു പേരക്കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ മാതൃപതി സ്ഥാനങ്ങളിലുള്ളവർക്ക് ദോഷമാണ്. ചുരുക്കി പറഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. നീ പറഞ്ഞ വല്ലതും കേട്ടോ? എന്തോന്ന്? 1.5 കൊല്ലത്തിനുള്ളിൽ ഒരു പേരക്കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ മാതാവിനോ പിതാവിനോ മരണം വരെ സംഭവിക്കാവുന്നതാണ്. എന്റെ ഗുരുവായൂരപ്പാ, ഒന്ന് ശരിക്കും നോക്കിക്കേ ജോത്സരെ. ജ്യോതിഷം കള്ളം പറയില്ല. ഇനിയിപ്പോ ഒരു പ്രതിവിധിയേ ഉള്ളൂ. പ്രഭാകരന്റെ വിവാഹം ഉടനെ നടത്തണം. ഈ മനുഷ്യനോട് ഞാൻ എത്ര നാളായിട്ട് പറയുന്നതാണെന്നോ. ഇനിയിപ്പോ പെട്ടെന്ന് ആരെ കണ്ടുപിടിക്കാനാ? അനുഭവിച്ചോ, ചാകാൻ പോകുന്നത് നിങ്ങൾ തന്നെയാ. വിഷമിക്കണ്ട, ഒരു നല്ല മാർഗമുണ്ട്. ഞാനൊരു ദല്ലാളിനെ ഇങ്ങോട്ട് അയക്കാം. എന്താ? ഫ്ലഡ് പിള്ളേ, എന്തോ? ഇതില് കളർ ഫോട്ടോ ഒന്നുമില്ലേ? പിന്നെ കളർ വരട്ടാൻ കൊടുത്തിട്ടുണ്ട്. കാലം കയറുമായിട്ട് പഠിക്കുമെന്ന് നിൽക്കുമ്പോഴാ അവിടെ ഒടുക്കത്തെ ഒരു സെലക്ഷൻ. എന്താ? അല്ല കുഞ്ഞമ്മേ, അല്ല സുഭദ്രേ, ആ കൊച്ചു കാണാൻ തെറ്റില്ലെന്ന് ആ, പറയാം. ഈ കുട്ടി കൊള്ളാം. ഇതേതാ? ഇതിന്റെ പേര് തങ്കമണി. നല്ല തങ്കമണി, മണി പോലത്തെ സ്വഭാവമാ. ബിയെ പഠിച്ചിട്ടുണ്ട്. ആ, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, ക്രിക്കറ്റ്, സ്വിമ്മിങ്. ഇതൊക്കെ അറിയാമോ? അല്ല, ഇവയൊക്കെ ടിവിയിൽ കാണുമ്പോ കുത്തിയിരുന്ന് കണ്ടു രസിക്കാനുള്ള കഴിവുള്ളവളാ. അപ്പൊ അവൾ അത്ര മിടുക്കിയാണല്ലേ? എന്നാ നമുക്ക് അത് തന്നെ അങ്ങ് ആലോചിക്കാം. ആ, അതെ, ഒന്നിനും ഒരു കുറവില്ലാത്ത കുടുംബമാണ്. അച്ഛൻ കള്ള് ഷാപ്പ് കോൺട്രാക്ടറാ. അമ്മയ്ക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വീട്ടുഭരണമാ. ഒരാങ്ങളെ ഉള്ളത് അങ്ങ് തിരുവനന്തപുരത്താ, പൂജപ്പരയില്. അല്ല, നമുക്ക് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പൂജപ്പുരയിൽ എന്താ വലിയ ഉദ്യോഗമാണോ? അവിടെ എന്തോന്നോ ഈ Contract ആയിരിക്കുമല്ലേ? അല്ലല്ല, ഈ കമ്പി എണ്ണിക്കൊണ്ടിരിക്കുന്ന ആ ടെലിഫോൺ ഓഫീസില്. അതൊന്നുമല്ല, ഏതോ ഒരു ബാങ്ക് കൊള്ളയടിച്ചെന്ന് പറഞ്ഞ് ചുമ്മാ കുറച്ചാലത്തേക്ക് പിടിച്ചിട്ടിരിക്കുക. ദോ, എഴുന്നേക്കടോ. എഴുന്നേക്കാൻ. ഇതുപോലെ കുടുംബത്തിന്റെ അന്തസ്സിന് പറ്റാത്ത ആലോചനയായിട്ട് ഇങ്ങോട്ടെങ്ങാനും വന്നാൽ തന്നെ ഞാൻ പറയുന്നൊന്നും കേൾക്കേണ്ട കുഞ്ഞമ്മേ. കുടുംബത്തിന്റെ അന്തസ് നോക്കിയിരുന്നാലേ കാലം കാത്തു നിൽക്കില്ല. നിങ്ങൾക്ക് അതും ഇതും ഒക്കെ പറയാം. എനിക്ക് എന്റെ കുടുംബത്തിന്റെ അന്തസ് നോക്കണ്ടേ? അതൊന്നും പറയാൻ പറ്റില്ല, എന്റെ ജീവനാ പോകുന്നത്. അതെങ്ങനെ പറയും? ഞാൻ അവരുടെ നിർത്തിയാട്ടെ, വേണ്ടെങ്കിൽ വേണ്ട. ഇത് വേണ്ട. ആഹാ, ഇങ്ങോട്ട് വന്നാട്ടെ. ഇന്നലെ വിവാഹമോചനം കഴിഞ്ഞവര് വരെ ഈ ശങ്കരപിള്ളയുടെ ലിസ്റ്റിലുണ്ട്. നമുക്ക് ആലോചിക്കാം. ദേ, ഈ പെണ്ണ് കൊള്ളാം. ഇതാരാ? അയ്യോ, ഇതെന്റെ ഭാര്യയുടെ ഫോട്ടോയാ. വിവാഹം നടത്തിയോ? ഒരബദ്ധം പറ്റിപ്പോയി. ഞാൻ അറിയാതെ ഇതിനകത്ത് എടുത്തു വെച്ച് കാണും. ചത്തുപോയായിരിക്കല്ലേ? അയ്യോ, ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട് എന്റെ ദൈവമേ. ആ പിന്നെ തനിക്കെല്ലാം അറിയാമല്ലോ. പിന്നെ അപ്പൊ അവന് യോജിച്ചൊരു പെണ്ണിനെ ഉടനെ തന്നെ കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാവുന്നേ നല്ല മണി പോലത്തെ പെമ്പിള്ളാരുള്ള വീടുകളുണ്ട്. വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഒന്നും കണ്ടു കളയാം. എന്നാ ഇപ്പൊ തന്നെ പോവാം. അല്ല, അതിപ്പോ അവരെ മുൻകൂട്ടി ഒന്നും അറിയിപ്പിക്കാതെ പോകുന്നത്. ഓ, പറയൊന്നും വേണ്ടോ. കുഞ്ഞമ്മേ, വേറെ റെഡിയായി വാ. ഓ, ഇപ്പൊ വേണ്ടേ. ആ, വാടോ. ആ
തമ്പി അദ്ദേഹത്തിന് നിർബന്ധമാണെങ്കിൽ കുഞ്ഞമ്മ ചെന്നാട്ടെ. തമ്പി അദ്ദേഹത്തിന് നിർബന്ധമാണെങ്കിൽ കുഞ്ഞമ്മ ചെന്നാട്ടെ. ഞാൻ എന്ന് പോലാണോ തനിക്ക് കുഞ്ഞമ്മയായത്? ഇപ്പൊ തമ്പി അദ്ദേഹം വിളിച്ചപ്പോ. തമ്പി അദ്ദേഹം വിളിച്ചാ താനും വിളിക്കല്ലേ? ഒന്ന് വിളിച്ചാട്ടെ. എന്റെ പൊന്നു കുഞ്ഞമ്മ, സുഭദ്രേ, 34 നാക്കടെ ഒരു പല്ല ഉള്ളതല്ലേ അത്? ദാ, ഹലോ, ഗ്രീറ്റ എക്സ്പോർട്ടേഴ്സ്. യെസ്, ബസ് സ്റ്റോപ്പിൽ വെച്ചോ? എന്നെയോ? നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? അത് പിന്നീട് ഒരിക്കൽ പറയാം. ഇപ്പൊ വേറൊരു കാര്യം പറയാനാ വിളിച്ചത്. ഐ ലവ് യു. Stupid. ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ടെ. വന്നാട്ടെ. നല്ല അടക്കോ ഒതുക്കോ ഉള്ള പെങ്കൊച്ച. മൂത്തവനെ കെട്ടിച്ചയച്ചു. ഇനി ഇതേ ഉള്ളു ബാക്കി. ഈ കാണുന്നതൊക്കെ ഈ കൊച്ചിനുള്ളതാ. വന്നാട്ടെ. ഇപ്പൊ ഇതുമായോ? നാട്ടുകാരോട് ഞാൻ ഇപ്പൊ എന്ത് പറയും? എന്താണ് ഇവിടെ നോക്കി നിൽക്കുന്നത്? പൊടിയാത്തോട്ട് അടുത്ത വീട്ടിലെ കാര്യം അറിയാൻ വന്നിരിക്കുന്നു. പറയടി, മര്യാദക്ക് പറ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് പഠിത്തവും കോളേജൊന്നും എന്താണോ വീട് മാറിയോ? ഏതായാലും നമുക്ക് ഈ ബന്ധം വേണ്ട, പോണം. ആരാത്? എന്ത് വേണം? ഞാൻ എപ്പോഴും ലേറ്റാ. അവരിപ്പോ പ്രാക്ടീസ് തുടങ്ങിക്കാണും. ബ്രേക്ക് ഇല്ലാത്തൊരു സൈക്കിള്. ബോള് തരാൻ മനസ്സില്ല. പോടാ അവിടുന്ന്. ചേട്ടാ, ചേട്ടാ, ബോള് വരുന്നില്ല. ആ പന്തി ഞാൻ എന്താ എന്നെ വല്ല ഏൽപ്പിച്ചിട്ടുണ്ടോ? നാണമില്ലല്ലോ ഇത്രയും തടിയനായിട്ട് പിള്ളേരുടെ കൂടെ നിന്ന് കളിക്കാൻ. അതെന്റെ ഇഷ്ടം. ആഹാ, ഇഷ്ടമാണെന്നോ? വഴിയെ പോകുന്ന ആൾക്കാരുടെ ദേഹത്തൊന്നും പണ്ടറിയാൻ ഒക്കത്തില്ല. ഒരു ചേത്തനെ ഞങ്ങളായിട്ട് കൊണ്ട് എറിഞ്ഞൊന്നുമല്ലോ. ഞങ്ങൾ പോയി നീ ഓടാൻ പോയിട്ടില്ലേ? എടോ കൊരങ്ങ, മോള് പോകുന്ന വഴിക്ക് ഓടിയ ദേഹത്തുള്ളൂ. ചിലപ്പോ കൊണ്ടുവന്നിരിക്കും. എന്നാ തരം മനസ്സിൽ രോഷിനി വഴക്കുണ്ടാക്കണ്ട, ബോളം കൊടുത്തേക്ക്. കൊച്ചു പറഞ്ഞാ ശരി. രോഷിനി, ആ പന്തി ഞാൻ തന്നില്ലെങ്കിലോ? തന്നില്ലെങ്കിൽ ഞങ്ങൾ വാങ്ങും. എന്നാ വാങ്ങിച്ചോ? അനുജത്തി മഞ്ഞിച്ച്, ഏടത്തി ചോർന്നിട്ട്, തള്ള പറ്റിച്ച് എന്നൊക്കെ പറഞ്ഞ് ആളെ പറ്റിച്ച് നടക്കുന്ന ഈ ഇടപാട് എനിക്ക് പണ്ടേ ഇല്ല വേണോ സാറേ? ഇല്ലല്ലോ. എന്റെ തൊഴില് സത്യമായിട്ടില്ലേ? എന്നാ താൻ പറഞ്ഞ ആ ശാസ്ത്രീയ സംഗീത വാസനയുള്ള പയ്യനുണ്ടല്ലോ, അവനും അവന്റെ അച്ഛനും അമ്മയും ഒക്കെ കൂടി ഇവിടെ വന്നിരുന്നു പെണ്ണ് കാണാൻ. വന്നപ്പോ മുതലേ ചെറുക്കിടും മിണ്ടാട്ടമില്ല. ഞാൻ വിചാരിച്ചു തന്നേ തള്ളേ പേടിച്ചിട്ടാണെന്ന്. പാടാൻ പറഞ്ഞപ്പോഴേ മനസ്സിലായത് ചെറുക്കന്റെ സ്വരത്തിന് ഒരപസ്വരം. പാട്ടുകാരനല്ലേ, ഇടയ്ക്ക് സ്വരവും അപസ്വരവും ഒക്കെ വരും. വിക്സ്. വിക്സോ? ചെറുക്കനെ വിക്കാണെന്ന്. മേലാൽ ഇതുപോലുള്ള ആലോചനയും കൊണ്ട് വന്നാലേ ശങ്കരപ്പിള്ള ചേട്ടന് നല്ല വീക്കുള്ളൂ. ഇപ്പോഴേ പറഞ്ഞേക്കാം. അയ്യോ കുഞ്ഞെ, ഈ വിക്കെന്നൊക്കെ പറയുന്നത് ഒരാരോഗ്യത്തിന്റെ ലക്ഷണമാ. പണ്ട് അർജുനന് വിക്കുണ്ടായിരുന്നതായിട്ട് പുരാണത്തിൽ ഒരു ചൊല്ലുണ്ട്. അർജുനെ വിദഗ്ധാനാം വിക്രം വിക്രം എന്നാരാ പറഞ്ഞേ? ആദ്യത്തെ രാമായണം. അതല്ലേ ഇവിടെ പറയാൻ കാരണം. അതുകൊണ്ട് ഈ വിക്കൊരു വലിയ വിക്കല്ലേ.
കുഞ്ഞിന് മനസ്സിലായില്ല അല്ലേ? മനസ്സിലാക്കി തരാം. അരിപ്പുള്ളി നായര് കോൽപ്പുള്ളി നായർ സംബന്ധാലോചനയായിട്ട് തേങ്ങാപ്പുള്ളി നായർ അവിടെ ചെന്നപ്പോ മുളപ്പുള്ളി നായരുടെ കുത്തി പുറത്താക്കിയെന്ന്. ഈ സംബന്ധാലോചന കൊണ്ട് ശങ്കരപ്പിള്ളച്ചേട്ടൻ പടി കിടക്കണ്ട, വേഗം പോവാൻ നോക്ക്. പോകാൻ വരട്ടെ. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അതായത് പുതിയൊരു ആലോചന. മേനോൻ സാറേ, രാഘവൻ തമ്പി എന്ന് കേട്ടിട്ടുണ്ടോ? വേലിത്തമ്പി തളവയെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടേ സുഭദ്ര കുഞ്ഞമ്മ എന്ന് കേട്ടിട്ടുണ്ടോ? എടോ, കുഞ്ഞമ്മ എന്ന് പറഞ്ഞേ മനുഷ്യന്റെ സ്വൈര്യം കെടുത്താതെ എനിക്കിത് പോയി തരാമോ? ചേടാ, എങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ? പിടികിട്ടി. മേനോൻ സാറേ, ആസ്ഥാന മൃദംഗ വിദ്വാൻ കേളകത്തെ കിട്ടുണ്ണിക്കുറുപ്പിനെ കേട്ടിട്ടുണ്ടോ? എടോ, അദ്ദേഹം എന്റെ ഗുരുനാഥനാ. അദ്ദേഹത്തിന്റെ ചെറുമകളാണ് സുഭദ്ര കുഞ്ഞമ്മ. സുഭദ്ര കുഞ്ഞമ്മയുടെ ഭർത്താവാണ് രാഘവൻ തമ്പി. ആ ദാമ്പത്യ വല്ലരിയിൽ പൂത്തു വികസിച്ച മനോഹര കുസുമമാണ് പ്രഭാകരൻ. 24 മണിക്കൂറും വായനയാണ്. രാമായണോ ഭാഗവതോ? കുറുപ്പദ്ദേഹത്തിന്റെ മൃദംഗ വൈദഗ്ധ്യം ചെറുങ്ങനെ ഉണ്ടോ? വായിപ്പിക്കാം. ഈ തിരുമുമ്പിൽ മൃദംഗം വായിപ്പിക്കാം. എന്നിട്ട് തീരുമാനിച്ചാ മതി. അവിടെ ഒരുത്തൻ പെണ്ണും പഴക്കൊള്ളിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഹനുമാൻ സേവ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വരണം. എന്തൊരു കിടപ്പാ മനുഷ്യ ഇത്. ഞങ്ങൾ ആരെങ്കിലും ചത്തുപോയോ? ഇതുവരെ ഇല്ല. 1.5 കൊല്ലത്തിനകം അത് നടക്കും. ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. ഇതിന് നല്ല ഒരു ആലോചന ഇനി വരാനില്ല. മാധവ മേനോൻ എന്ന് പറഞ്ഞ ആരാ? ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാണ്ട് എഴുന്നേറ്റ് ചെന്ന് ഇതിന് നല്ല ഒരു പരിഹാരം നോക്ക് മനുഷ്യ. ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗ്ഗമേ കാണുന്നുള്ളൂ. എന്തോന്ന്? 1 കൊല്ലം കാത്തിരിക്കുന്നതിന്റെ വിഷമം സഹിക്കാതിരിക്കാൻ ഇപ്പോഴേ വല്ല വിഷമവും കഴിച്ചങ്ങ് ചാകുക. ചുമ്മാതല്ല, നിങ്ങൾ ആളുകള് മക്കളമ്പി വിളിക്കുന്നത് എന്നെയാ. അത് നിന്റെ മൂത്ത മോനാ പ്രകാവരൻ. നിങ്ങളെയും വിളിക്കാറുണ്ട്. വഴികിട്ടി തൊങ്ങടോ വഴികിട്ടി. നീ എപ്പോഴും പറയാറില്ലേ എനിക്ക് ബുദ്ധിയില്ലെന്ന്. ഇപ്പൊ എന്ത് പറയുന്നു? ബുദ്ധിയുണ്ട്, കൊനഷ്ട ബുദ്ധി. സുധരേ, എന്താ? എന്റെ പഴയ കൂട്ടുകാരല്ലേ മാധവമേനോൻ? ആ, അയാളെ എഴുത്തു വന്നിട്ടുണ്ട്. എഴുത്തോ? എന്താ എഴുതിയിരിക്കുന്നേ? സുധര വായിച്ചില്ലേ? ഇല്ല, നിങ്ങളൊന്ന് ഉറച്ചു വായിച്ചേ. പ്രിയപ്പെട്ട രാഘവന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത്. സിംഗപ്പൂരിൽ ഒരു പാട്ട് കച്ചേരി നടത്താൻ ആളെ വേണം എന്ന് എഴുതിയിരുന്നല്ലോ. പക്ഷേ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. മൃദംഗ വിദ്വാൻ കാലുമാറിക്കളഞ്ഞു. നിന്റെയോ സുഭദ്ര കുഞ്ഞമ്മയുടെയോ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അയക്കണം. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ്. അവൻ ആകെ ധർമ്മസങ്കടത്തിലാണെന്ന്. അയ്യോ, ഞാൻ ആലോചിച്ചിട്ട് ആരെയും പിടികിട്ടുന്നില്ല. നിനക്ക് വല്ലതും അറിയാവോ? അയ്യോ, എനിക്ക് ഈ മൃദംഗം വായിക്കുന്ന ആളെ ആരറിയാനാ? ഒരു കാര്യം ചെയ്യാം, മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരെ പറഞ്ഞയക്കാം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട്. പക്ഷേ പിന്നെന്തിനാ ഞാനിവിടെ ഉള്ളപ്പോ വേറെ മൃദംഗക്കാരൻ അന്വേഷിച്ചു പോകുന്നേ? അതിപ്പോ നീ വായിച്ചാൽ ശരിയാവില്ല. നമുക്ക് വേറെ ആളെ നോക്കാം. ഞാൻ വായിച്ചാ മതി. സിംഗപ്പൂർ കച്ചേരിക്ക് ഞാൻ മൃദംഗം വായിക്കും. നീയോ? അതെന്താ, ഞാൻ കുട്ടി ഒച്ച വരത്തില്ലയോ? ഒച്ച ആര് കൊട്ടിയാലും വരും. പിന്നെന്താ? പക്ഷെ നീ ശരിയായ ഒരു മൃദംഗ വായനക്കാരനാണെന്ന് സംശയലേശം ഇനി മാധവമേനോന് ബോധ്യം വരണം. അതിന് നീ അയാളുടെ മുമ്പിൽ കൊട്ടണം. ഏത് മേനോന്റെ മുമ്പിലും ഞാൻ വായിക്കാം. ഇപ്പൊ പോവാ. ഇപ്പൊ പോവൊന്നും വേണ്ട. നീ വായിക്കല്ലേ? ഞാൻ വായിക്കും.
അങ്ങനെയാണെങ്കിൽ അയാളെ വിവരം അറിയിച്ചിട്ട് മറുപടി വന്നിട്ട് നമുക്ക് പോവാം. ആ മതി, അപ്പൊ പോയാ മതി. അവൻ വായിക്കുന്നേ. പരിപാടി അതെ, ഒടുവിൽ വാക്ക് പറയാനുണ്ടല്ലോ, സ്വഭാവം മാറും. എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. മതി മതി, അവൻ വായിക്കുന്നേ. എങ്ങനെയുണ്ട്? സുഭദ്രേ, സുഭദ്രേ, എന്താ അത്? വിളിക്കണേ. വലിച്ചേ വലിച്ചേ. എന്താ അത്? അലുവ. നേരത്തെ വിളിച്ചേ. അയ്യോ, ഇത് പശയല്ലേ? പശ ഒഴിച്ചിട്ട് അലുവ ഉണ്ടാക്കുക, വായിൽ ഒട്ടുന്നേ. മൃഗക്കാരൻ മോൻ വാ തുറക്കാതിരിക്കണമെങ്കിലേ ഇതേ പറ്റൂ. കല്യാണ നിശ്ചയത്തിന് ഇതും കൂടെ വെക്കണമെന്ന് ശങ്കരപ്പിള്ളോട് പറഞ്ഞയച്ചിട്ടുണ്ട്. എനിക്ക് ജീവനി കൊതിയുണ്ട്, നീ അങ്ങോട്ട് വെച്ചേ. എന്നാലേ ഇതും കൂടെ ഒഴിച്ചോ. മിടുക്കൻ, മഹാമിടുക്കൻ, കേരളത്തെ കിട്ടുണ്ണിക്കുറിപ്പ് അദ്ദേഹത്തിന്റെ ചെറുമകന്റെ മകൻ തന്നെ. ചെറുമകളുടെ മകൻ? ആ, ചെറുമകളുടെ മകൻ തന്നെ. ഞാനും ഒരു കാലത്ത് നന്നായിട്ട് മൃഗം വായിക്കുമായിരുന്നു. മരിക്കാൻ കിടന്നപ്പോ ഭാനുമതി എന്നോട് പറഞ്ഞു ഒന്ന് വായിക്കണമെന്ന്. എന്നിട്ട് അവൾ ഇനി വായിക്കില്ല എന്നെ കൂടെ സത്യം ചെയ്യിച്ചു. പിന്നെ മരിക്കുന്നത് വരെ ഞാൻ വായിച്ചിട്ടില്ല. അവള് മരിച്ചതിന് ശേഷം പിന്നെ ഈ വീട്ടിൽ മൃദംഗത്തിന്റെ ഒച്ച കേൾക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. മോനെ, ഉറങ്ങിക്കിടന്ന ഈ വീടിനെ ഉണർത്തിയത് നീയാണ്. ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. എന്തിന്? അല്ല, കച്ചേരിക്ക് പോവാൻ. അവനെ ഈ പ്രോഗ്രാമിന് പോകുന്ന കാര്യം പറയായിരുന്നു. സിംഗപ്പൂരില്. സിംഗപ്പൂർ പ്രോഗ്രാമിലെ വായനയും ഇതുപോലെ നന്നാവും. സിംഗപ്പൂരിൽ മാത്രമല്ല, ലോകം മുഴുവൻ പ്രസിദ്ധനാകാൻ പോവുകയാണ്. അതാണല്ലോ എന്റെ ആഗ്രഹം. പ്രഭാകരന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറണമെന്നാണല്ലോ ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ അതങ്ങ് മറന്നുപോയി. മോളെ ശൈലജേ, കാപ്പി എടുക്കൂ. വേണ്ട, കാപ്പിയൊന്നും ഇപ്പൊ വേണ്ടായിരുന്നു എന്റെ മേന്നെ. എന്തായാലും അതല്ലല്ലോ അതിന്റെ ഒരു ശരി. പെണ്ണെങ്ങനെ കൊള്ളാമോ? എന്തിനു കൊള്ളാവുന്നു? പാട്ടിലെ വലിയ കേമിയാന്നാ കേട്ടത്. നോയിക്കോ. അവള് വലിയ കേമാണ്, എനിക്കെന്താ? എന്താ അമ്മയും മോനും കൂടെ ഒരു കുശുകുശുപ്പ്? ഏയ്, ഒന്നുമില്ല. അല്ല, ഇവൻ പറയുന്ന എന്തെന്ന് വെച്ചാ ശൈലജയുടെ പാട്ട് കേട്ടാൽ. അയ്യോ, അറിയാം, പാടാറില്ല. മോളെ, നിനക്ക് വല്ലതും പ്രഭാകരനോട് ചോദിക്കാറുണ്ടോ? എനിക്കൊന്നും പറയാനില്ല, എല്ലാം അച്ഛന്റെ ഇഷ്ടം. മോളെ, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ കഴിക്കത്തക്ക രീതിയിൽ ഉള്ള മധുര പലഹാരം തന്നെ നീ കൊണ്ടുവന്നു. മധുരം കഴിക്കാൻ പാടില്ലാത്ത അച്ഛൻ അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെയാ? കഴിക്കുന്നവരല്ലേ പറയേണ്ടത്, അവരോട് തന്നെ ചോദിക്കുന്നതാ നല്ലത്. എന്നാലേ നമുക്ക് മാറി അപ്പുറത്തോട്ടിരിക്കാം. അവർക്ക് തമ്മിൽ വല്ലതും ചോദിക്കാനോ പറയാനോ ഒക്കെ കാണുമായിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് പ്രഭാകരന് പറയാനൊന്നുമില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് അവനൊന്നും പറയാനുണ്ടാവില്ല. പണ്ട് മുതലേ അവന്റെ സ്വഭാവം അങ്ങനെയാ. എന്താ നമുക്ക് അപ്പുറത്തേക്ക് നീങ്ങാം. അവിടെ കുഞ്ഞിനെ പെണ്ണ് കെട്ടിക്കാതെ ഞാൻ കേട്ടില്ല.
നല്ല ഒരു മുഹൂർത്തത്തിന് കല്യാണം നടത്തി താമസിയാതെ ഈ ബന്ധം അങ്ങ് ഉറപ്പിക്കാം. എന്താ? എല്ലാവർക്കും എന്റെ മകളെ ഇഷ്ടപ്പെട്ടതിൽ സന്തോഷം. ഒരു കല്യാണം എന്ന് പറയുമ്പോ ചില നാട്ടു നടപ്പൊക്കെ ഇല്ലേ, അതെല്ലാം എന്നെ പുറകെ നടക്കും. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ഹോ, എന്റെ പ്രഭാര, നീ ഒന്നും ഉണ്ടായിരിക്കും. എന്തൊന്നും വിട്ടായിരിക്കാൻ? ഒന്നുമില്ലെങ്കിലും പ്രായത്തെങ്കിലും മര്യാദ. നിന്റെ അച്ഛനല്ലേ? അച്ഛൻ മണ്ണാങ്കട്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതെന്റെ ജീവിത പ്രശ്നമാണ്. അത് തകർക്കാൻ ശ്രമിച്ചാൽ ഒരുത്തരം ഞാൻ വെറുതെ വിടില്ല. ചുമ്മാ ഇരിക്കേട്ടാ. എടാ, എനിക്ക് വേറെ ഒരു മോനുണ്ട്. വേണമെങ്കിലേ ഇവനെ കൊണ്ട് ഞാൻ ആ പെണ്ണിനെ കെട്ടിക്കും. നീ കേട്ടുവോ? ആ കിട്ടും. ആ എന്നാ കെട്ടിച്ചോ. കെട്ടും കെട്ടും. ദാ, പക്ഷേ മൂത്തവൻ നിൽക്കുമ്പം ഇളയവനെ കൊണ്ട് എങ്ങനെ കെട്ടിക്കുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. അപ്പൊ നിന്റെ അച്ഛനും അമ്മയും ചത്താനും വേണ്ട നിങ്ങളെ മൃഗം കെട്ടി സൂചിച്ചിരിക്കണം അല്ലേ? ആ. ആ എന്നാ ഞാൻ ചാകുന്നതിന് മുമ്പ് നിന്നെ കൊന്നിട്ട് വേറെ വേണ്ട ഞാൻ ദാ, അങ്ങോട്ട് കേറി അന്ന് മുറിച്ചു വെച്ചേ. ഒന്നര കൊല്ലത്തിനുള്ളിൽ ഒരു പേരക്കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ മാതാവിനോ പിതാവിനോ മരണം വരെ സംഭവിക്കാവുന്നതാണ്. മനസ്സിലായി മനസ്സിലായി. നിങ്ങളെ എനിക്ക് വിശ്വാസം പോരാ. ഈ തൂക്കുകയറ് ശരിക്കും മുറിഞ്ഞില്ലെങ്കിൽ എന്റെ കാറ്റാ പോകുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങ്, ഞാൻ മുറിച്ചോളാം. ഇങ്ങോട്ട് ഇറങ്ങ്. നിങ്ങൾ ചെന്നേ അവനെ ഇങ്ങോട്ട് വിളിച്ചേ. നിന്റെ അമ്മ അവിടെ തൂക്കിച്ചാകാൻ പോകുന്നു. അയ്യോ പറയുന്നത് നിന്റെ അമ്മ ഇവിടെ തൂക്കിച്ചാകാൻ പോകുന്നു. ഇറങ്ങി പോകുന്നുണ്ടോ? മുടിഞ്ഞവനെ അങ്ങോട്ട് ചെല്ലാൻ. എന്താ നീ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവളെ തൂങ്ങിച്ചാവെന്നാ പറയുന്നേ. എടാ നീ അങ്ങോട്ട് നേരിട്ടല്ലടാ. ആ നേരാ നേരാ നേരാ. അതിനെ പൊന്നു പോലല്ലേ. വാ എനിക്ക് വേറെ ആരുമില്ലടാ. നീ ഒന്ന് ചെന്നേ. ആ ചെല്ലേ. സത്യമാണ് എന്റെ പൊന്നു മോനല്ലേ നീ കല്യാണം സമ്മതിച്ച മോനെ. സത്യം. ആ സത്യം. വിളിക്ക് ചെല്ല് ചെല്ല് മോനെ. അമ്മേ വേണ്ട, ഞാനിപ്പോ ചാവും. നീ കല്യാണത്തിന് സമ്മതിക്കും. നീ കല്യാണത്തിന് അമ്മേ നീ കല്യാണത്തിന് സമ്മതിക്കില്ലല്ലോ. വേണ്ട, എനിക്ക് സമ്മതമാണ്. അമ്മ എനിക്ക് എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്. ഒരു വർഷം ഹനുമാനെ സേവിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. എന്നാൽ ഇത് മാത്രമല്ല, പുറരാജ്യങ്ങളിലും അതിഭയങ്കരനായ ഒരു മൃഗങ്ങൾ തന്നെ അറിയപ്പെടും. ഇതെന്താണ്? അത് പഴത്തിലെ ചൂട്ടിപ്പോ കാല് തന്നെയതാ. പഴത്തിലെ ചവിട്ടിയപ്പോ അത് മനസ്സിലായി. ആദ്യം അതിന് ഭാര്യ ഭർത്താവിനെ സ്വീകരിക്കുന്നത് പാല് കുളിപ്പിച്ചതാണോ? ആണെന്ന് പിന്നെ കൈ പാലണെന്ന് അറിയാറില്ലേ? അറിയാം. അപ്പൊ അറിഞ്ഞോണ്ടുള്ള പ്രവൃത്തിയാണല്ലേ? ആദ്യ രാത്രി ഇതാവുമ്പോ ഇനി അങ്ങോട്ട് എന്തായിരിക്കും?
സിംഗപ്പൂരിൽ കച്ചേരി ഉണ്ടാക്കാനെന്നും പറഞ്ഞ എന്റെ വായ അലുവായി കുത്തിക്കിട്ട് അങ്ങനെ ഇപ്പൊ ആരും തൂക്കട്ടെ. ഉറക്കല്ലേ ഒറ്റയിടത്തിന് ഒറ്റ ഇടഞ്ഞ ഉറക്കല്ലേ കള്ളക്കളി എന്റെ അല്ല, അവര് തമ്മിൽ കള്ളെ കൊല്ലിന്നുള്ള പേരുദോഷം കേൾപ്പിക്കാതിരിക്കാനാ കല്യാണത്തിന് സമ്മതിച്ചത്. നിനക്കാണെങ്കിൽ ആ പേര് നീ മേടിക്കും. അതിനിപ്പോ എന്താണ് എന്താ ഉണ്ടായത്? ഉണ്ടായിരുന്നു? എന്റെ ഈ കോലം കണ്ടില്ലേ? പുന്നാര മരുമോള് പാലഭിഷേകം നടത്തിയതാ. നീ അങ്ങോട്ട് മാറിക്ക. എന്താ മോളെ, എന്താ ഉണ്ടായത്? പഴുത്തുണി ചവിട്ടിയപ്പോ ആ, കാല് കാലിന് വീണതാ. ഓ, ഇത്രേ ഉള്ളോ? എന്താ മോനെ, അറിയാതെ അവളുടെ കാലൊന്ന് തെന്നി. നീ അങ്ങ് ക്ഷമിക്ക്. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ ഇങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കി ആൾക്കാർ ചിരിക്കും. എടാ, നീ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്. മാസം 15 ഇനി ബാക്കിയുള്ളൂ. കാലം കാത്തു നിൽക്കൂല. നിങ്ങളുടെ ഭരണം എന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. അതിലെനിക്കൊരു സംശയമില്ല. ആ, മോളെ, നീ ഒന്നും വിചാരിക്കണ്ട. ചെല്ലേ മോളെ, ആദ്യല്ലേ പോ. അകത്തേക്ക് വരുന്നതേ കൊള്ളാം. തറയെ കിടന്ന് ഉറങ്ങിക്കണം. പറഞ്ഞേക്കാം. എന്റെ പൊന്നു ഗുരുവായൂരപ്പ, നീ തന്നെ ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി താ. എന്തോന്ന് പരിഹാരം? കല്യാണം കഴിച്ചു കൊടുത്ത പ്രശ്നം തീരുമെന്നാ വിചാരിച്ചേ. ഇവിടെ ഒരു പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ. റോഷിനി, നിനക്കൊരു ഫോൺ കോൾ ഉണ്ട്. ആരുടെയാ? ശബ്ദം വീട്ടിൽ സ്ഥിരം കക്ഷി തന്നെയാണ് തോന്നുന്നു. ഇന്ന് ഞാൻ അവനോട് രണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. മറ്റു കാര്യം നീ ബഹളം വെക്കാതെ നയത്തിൽ ആളാരാണെന്ന് മനസ്സിലാക്കണം. എന്തിനാ? നീ സന്തോഷത്തോടെ 4 വർത്തമാനം പറഞ്ഞിട്ട് നാളെ സൗകര്യമായിട്ടൊന്ന് കാണാൻ പറ്റുമോ, എവിടെ വരണം എന്ന് ചോദിക്കുക. ഓഹോ, ആ കുരങ്ങിന്റെ മുഖം ഞാൻ കാണണമെന്നാണ് നീ പറയുന്നത്? ചുമ്മാ രീതി. എന്നാലല്ലേ അവൻ കണ്ടു കൊടുക്കാൻ പറ്റൂ. നാളെ തമ്മിൽ കാണാൻ പറ്റുമെന്നോ? റോഷിനി തന്നെയാണോ സംസാരിക്കുന്നത്? അതെ. എവിടെ മീറ്റ് ചെയ്യാമെന്ന? ബേബി ഹോസ്പിറ്റലിന്റെ പുറകിലുള്ള ഗ്രൗണ്ടിൽ വെച്ച്. അവിടെ വെച്ച് കാണാം. പക്ഷേ റോഷിനി എന്നെ എങ്ങനെ തിരിച്ചറിയും? ആ, അതൊരു പ്രശ്നമാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നല്ല ചുവപ്പ് ഷർട്ടും വെള്ള പാന്റും ഇട്ട് വന്നാൽ മതി. ഞാൻ തിരിച്ചറിഞ്ഞോളാം. കൃത്യം 8:30 വരണം കേട്ടോ. നാളെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒരുമിച്ചാവും. പറ്റുമെങ്കിൽ ഒരു മോർണിംഗ് ഷോയ്ക്കും പോവാം. ഓക്കെ? ഓക്കെ. ഗുഡ് നൈറ്റ്. ബൈ ബൈ. സ്വീറ്റ് ഡ്രീംസ്. സെയിം ടു യു. ഇരിക്കുന്നു കക്ഷി. വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നുള്ളൂ. നിങ്ങളൊക്കെ എന്താ അവിടെ? ഓ, ഒന്നും അറിയത്തില്ലല്ലേ? എന്തോന്ന്? ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച്, പറ്റുമെങ്കിൽ ഒരു മോർണിംഗ് ഷോ. എന്താ മറന്നു പോയോ? ഉരുളാതെന്റെ അജ്ഞാത കാമുക ഒത്തിരി ഫോൺ ചെയ്യുമല്ലോ? ഒത്തിരി ഒന്നുമില്ല, ഇങ്ങനെ അത്യാവശ്യം വിളിക്കാറുണ്ട്. നല്ല ഷർട്ട്. താങ്ക് യു. അയ്യടാ, പറഞ്ഞതുപോലെ നല്ല ചുവപ്പ് ഷർട്ടും വെള്ള പാന്റും. എന്താ എഴുതിയിരിക്കുന്നേ? സോക്കർ ടീം. ഇതുപോലുള്ള തെമ്മാടിത്തരം കാണിക്കരുതെന്ന് പറയണ ഞാൻ പോക്കൃത്തരം കളിക്കാൻ പഠിപ്പിച്ചാല് ഒറ്റ കീറി വെച്ചോ. കുറെ നേരമായി ഫോട്ടോ താനിക്കിട്ട് 2 എണ്ണം തരണം വെച്ചിട്ട് കുറെ നാളായി. പോരങ്ങ, എന്താ തന്റെ മനസ്സിലിപ്പ്? വലിയ സുന്ദരനാണെന്ന ഭാവം വേണ്ടോ? അതേടി, നിനക്കെന്തത്ര സംശയം? നീ ആരടി? മാനത്തിന് പൊട്ടി വീണോ? ഊർവശിയോ? എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. അറിഞ്ഞ ഒരൊറ്റ ചവിട്ടിയും വെച്ചോ. കുട്ടിത്തേവാങ്ക തന്റെ പല്ലടിച്ച് താഴെയിടും. ഊരി ശവം എവിടുന്ന്? എന്റെ സ്വഭാവം ശരിക്കറിയാമല്ലോ. ശരിക്കും അറിഞ്ഞോ തന്നെ നേരത്തെ തേക്കാൻ വായിൽ പല്ലുണ്ടാവില്ല കേട്ടോ. പല്ലെടുക്കാൻ പാടാ ഇങ്ങോട്ട്. കുറെ നാളെ എന്നെ ശല്യം തുടങ്ങിയിട്ട്. ഡെയിലി ഹോസ്റ്റലിലേക്ക് ഫോൺ ചെയ്യാം. ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ട്, ഗ്രൗണ്ടിൽ കണ്ട്, റോഡിൽ കണ്ട്. നോക്കണേ, എന്തിനാണ് ഞാൻ മോണ സ്ഥലത്തേക്ക് വന്ന് കുഞ്ഞു നോക്കി നിൽക്കണേ? നിന്റെ പുറകെ നടക്കുന്ന പറയാൻ മോന്ത കണ്ടാലും മതി. ഈ നമ്പിച്ചിക്കൂട്ടോ ഒറ്റ ചവിട്ടും. പോണായിരുന്നു. നിങ്ങളുടെയൊക്കെ വീട്ടിലില്ലേ പെണ്ണുങ്ങള് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്നാ ഇവനെ നിന്റെ മോന്ത എന്നവർ ശരിയാക്കും. കിടന്ന് കൊണ്ടോ ആലുവലതി. അയ്യോ തോന്നിയാ. സോറി, സ്വല്പം ലേറ്റ് ആയി പോയല്ലേ? രാത്രിയല്ലേ റോഷിനി പറഞ്ഞത്. ചുവപ്പ് ഷർട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു കട പോലും തുറന്നിട്ടില്ല. പിന്നെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് കട തുറപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട് വന്നതാ. അപ്പോ മനസ്സിലായില്ലേ? ഫോൺ, ബ്രേക്ക്ഫാസ്റ്റ്, മോർണിംഗ് ഷോ. സോറി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. അയാളാ ഇതിനൊക്കെ കാരണം. അയാളോ?
കുറച്ചു നേരത്തെ ഇയാളാണെന്ന് പറഞ്ഞ് ഇയാളെ തല്ലി പഞ്ചറാക്കി. എന്താ ഇത്? ഇപ്പൊ പറയുന്നു ഇയാളല്ല അയാളാണെന്ന്. എന്താ ഇത്? ഞങ്ങളെ കുറഞ്ഞു കളിപ്പിക്കുക. എന്താ നിന്റെ തലയ്ക്കുള്ള സുഖമില്ലേ? നാണക്കേട്. ഇവളുടെ കാര്യത്തിൽ നമ്മൾ കയറി ഇടപെട്ടാലേ നമ്മുടെ ഭാര്യയും കുട്ടികളും പട്ടിണിയാവും. അളിയാ, ഞായറാഴ്ച ആയതുകൊണ്ട് സ്റ്റുഡിയോ ഒഴിവായിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫറെ വീട്ടിൽ പോയി വിളിച്ചോണ്ട് വരികയായിരുന്നു. അതാ താമസം. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഐ ആം സോറി. ഓടി ശവമേ. ഇതിനെല്ലാം കാരണക്കാരൻ അയാളാ. അടിക്കടാ, അടിക്കാൻ. ഈ കണ്ടീഷനിൽ വലിയ നീ അവനെ അടിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങളൊക്കെ കൂടി അടിക്കും. ഞങ്ങളുടെ ടീമിന്റെ അഭിമാനമാണ്ടാ പോകുന്നത്. അടിക്കാൻ, അടിക്കടാ, അടിക്കാൻ. വായന നാവില്ലേ? നീയൊക്കെ കൂടുതൽ തീറ്റിച്ചാ എന്നെ കുഴപ്പിച്ചത്. അമ്മാവും പറഞ്ഞിട്ടാ. അലുവ ചേട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടാ. ഓഹോ, അപ്പൊ ആ തന്തപ്പടിയുടെ കുരുട്ടു ബുദ്ധിയാണല്ലേ? ആ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എടുക്കാൻ ഇന്ന് ഞാൻ അച്ഛാ 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 അച്ഛനോടെ എന്തുവാടാ അതാ കിടക്കുന്ന? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? എന്നെ പറ്റിക്കാൻ വേണ്ടി മാറി കിടക്കുകയല്ലേ? കാണിച്ചത് അച്ഛാ അച്ഛാ. അച്ഛാ വല്ലോ പറഞ്ഞായിരുന്നോ? ഇതെന്താ കാലോട് വെച്ചിരിക്കുന്നത്? എന്നാ പിന്നെ അലമാരി കൊണ്ടുവച്ച് പൂട്ടാം. കാര്യം പറയടാ. എന്താ രണ്ടുപേരും കൂടെ? അച്ഛനെ ഒരു സാധനം തിന്നാൻ കൊണ്ടുവന്നതാ. ഇങ്ങോട്ട് ഇരുന്നിട്ട് ഇങ്ങോട്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ പന്നി സ്നേഹമുള്ളന. ഒരിക്കൽ അലുവ തീറ്റിച്ച് ഇവളെ എന്റെ പടലിൽ കെട്ടിവെച്ചു. ഇനിയും തീറ്റിച്ച് എന്റെ ജീവിതം പാഴാക്കാനാണ് ഭാവമെങ്കിൽ സുഭദ്രേ, മര്യാദക്ക് ഇവിടെ നിന്നിട്ട് മുഴുവൻ കഴിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. കഴിച്ചോ. നീ ഒന്ന് വെറുതെ ഇരിക്കേ. കഴിക്കാൻ പ്രഭാര, നീ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ഞാൻ വെളുപ്പിന് 6 മണിക്ക് എഴുന്നേൽക്കുന്നതാണ്. ഒന്ന് സമാധാനമായിട്ട് കിടന്ന് കണ്ണടയ്ക്കാന്ന് വെച്ചാ അപ്പ തുടങ്ങും രണ്ടും കൂടെ. ഞാനും സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് 35 വർഷമായി. എങ്ങനെ മനസ്സമാധാനം കിട്ടും? മനസ്സിലിരിപ്പതല്ലേ. നോക്കിയിരിക്കാൻ തിന്നാൻ. മോളെ വിളിച്ചോണ്ട് അലുവ തീറ്റിച്ച് എന്നെ അവഹേളിക്കാൻ ശ്രമിച്ച നീ ഈ അനുവായി നിന്നുകൊണ്ട് ഇവിടെ കിടന്നാൽ മതി. അങ്ങോട്ട് അങ്ങനെ വന്നോണ്ടല്ലോ. ഏത് കണ്ടല്ലോ തിന്നാൻ. ഇത് മുഴുവൻ തിന്നാൻ ഇവിടെ എഴുന്നേറ്റാണ്ടല്ലോ. ആ മോനെ പ്രഭാര, ഇനി വാ. അവനെ ഭ്രാന്താടി. പ്രാന്ത് നിന്നുക. ആ മോളെ നീ വിഷമിക്കാതെ. അവന് ചെറുപ്പം മുതലേ ഉള്ളതാ ഈ ബുദ്ധി. അവന്റെ അച്ഛന്റെ മർക്കട ബുദ്ധി. നീ വേണാതെ മാറ്റിയെടുക്കാൻ. എല്ലാം സാവകാശം മാറും. മോള് ചെന്നേർന്ന് ഉറങ്ങ്. ചെല്ലേ. എനിക്ക് നമുക്ക് ഇങ്ങോട്ടിരിക്കാം. എന്താ വേണ്ട? 2 കോഫി. വൈതരണികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ സുജാതയുടെ കല്യാണവും കഴിഞ്ഞു. ഇനി നമ്മുടെ കൂട്ടത്തിൽ ഞാനും രോഷണിമേ ബാക്കിയുള്ളൂ. ഓ, എന്റെ കാര്യം വിട്ടാരെ. ഒരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കാൻ പോലും എനിക്കാവില്ല. അതെന്താ? എന്റെ ചേച്ചിയുടെ ദുർമരണത്തെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്കിപ്പോഴും പേടിയാവുന്നു. ദുർമരണമോ?
ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അമ്മ ചേച്ചിയുടെ കല്യാണം നടത്തിയത്. വാക്ക് കൊടുത്തിരുന്ന സമയത്ത് തന്നെ സ്ത്രീധനം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അതിന്റെ പേരിൽ ഭർത്താവിന്റെ വീട്ടുകാർ ചേച്ചി വളരെയധികം ദുഃഖിപ്പിച്ചു. തീരെ സഹിക്കാനാവാതായപ്പോൾ ചേച്ചി ആത്മഹത്യ ചെയ്തു. അതിനുശേഷം അധികം നാൾ അമ്മയും ജീവിച്ചിരുന്നില്ല. ഞാൻ തനിച്ചായി. സോറി രോഷിണി, നീ ഒരു അനാഥയാണെന്നല്ലാതെ ഈ കഥയൊന്നും ഞങ്ങൾക്ക് അറിയാമായിരുന്നില്ല. എല്ലാം മറക്കാനും ഇങ്ങനെയൊക്കെ ജീവിക്കാനുമുള്ള മനോധൈര്യം എനിക്ക് തന്നത് മാഡമായിരുന്നു. അപ്പൊ മാഡം നിന്റെ സ്വന്തമൊന്നുമല്ല, മാഡത്തിന്റെ ഹസ്ബൻഡും എന്റെ അച്ഛനും ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോ വിവാഹമേ വേണ്ടെന്നാണ് നീ പറയുന്നത്? എന്നൊന്നുമില്ല, എന്നെങ്കിലും എന്നെപ്പോലെ അനാഥനായ ഒരാളെ കണ്ടുമുട്ടണം, പരസ്പരം ഇഷ്ടപ്പെടണം, അന്നാലോചിക്കാം. പറയാനുള്ളതൊക്കെ സുഭദ്ര ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയേക്കണം. കാലം വന്ന് ഇന്നലെ ഓർമ്മിപ്പിച്ചിട്ട് പോയി. മാസം ഇനി 15 ബാക്കിയുള്ളൂ. 15? പേരക്കുഞ്ഞിന്റെ കാര്യമേ. ഓ, പേരക്കുഞ്ഞ്. പ്രഭാര, നീ എവിടെ പോന്നു? ഞാൻ കഥകളി കാണാൻ പോണു. കല്യാണം കഴിച്ചൊരു പെണ്ണെ വീട്ടിലാക്കിയിട്ട് അവൻ കഥകളി കാണാൻ പോകുന്നു. അയ്യോ. എന്നാ ഞാൻ അനികതാ കാലക്ഷേപം കേൾക്കാൻ പോവാ. എടാ, കല്യാണം കഴിച്ച് ഇത്രയും കാലമായില്ല, നീ അവളെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? കല്യാണം കഴിച്ച് ഇത്രയും വർഷമായിട്ട് അമ്മ അച്ഛനെ കൂടെ സിനിമയ്ക്ക് പോകുന്ന കണ്ടില്ല. അവൾക്ക് ഇഷ്ടമല്ലായിട്ട്. എടാ മോനെ, ഭർത്താവിന്റെ കൂടെ ഉടുത്തൊരുങ്ങി വെളിയിൽ പോണോന്ന് അവക്കും ആശ കാണൂലേ? അടുത്ത വീട്ടിലെ സുധാരൻ ആഴ്ചയിൽ 2 പ്രാവശ്യം അവളെ സിനിമയ്ക്ക് വിളിച്ചോണ്ട് പോന്നു. എന്റെ ഭാര്യ കുട്ടിയോ? അല്ലല്ലല്ല, അവന്റെ ഭാര്യയെ. ഇങ്ങനെ ആ മോളെ, എന്നെ വിളിച്ചോ? മോളെ, ടിക്കറ്റ് രാവിലെ ബുക്ക് ചെയ്തതാ. കുടുംബം ഒരു സ്വർഗം, അഥവാ ഭാര്യ ഒരു ദേവത. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ടുള്ള പരിപാടിയല്ലേ? മോള് ചെല്ലടാ മോനെ. വിളിച്ചോണ്ട് പോടാ. മോള് പോയിട്ട് നോക്കടേ, അതാരാ വരുന്നതെന്ന്. ഈ മക്കിന്റെ കൂടെ ആരാടാ കിണ്ണം പോലത്തെ ഒരു പെണ്ണിനെ പറഞ്ഞയച്ചത്? കുറച്ച് വേഗം നടക്കാന്നേ, സിനിമ തുടങ്ങിപ്പോയെങ്കിൽ തിരിച്ചിങ്ങോട്ട് പോരും. എനിക്ക് വല്ല അത്യാവശ്യം സിനിമ കണ്ടിട്ട്. ഏതെങ്കിലും കുഴപ്പം പിടിച്ച പാർട്ടി ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ അറിഞ്ഞുകൊണ്ട് ഈ മക്കിനെ കൊണ്ട് കെട്ടിക്കോ. ആര് പോയാലും കമന്റ് അടിക്കുന്ന ഇവന്മാരുടെ ഒരു സ്ഥിര സ്വഭാവം. കരണക്കുറ്റി കയ്യും കൂടെ വേണ്ട. നിന്നെ കൊണ്ട് ആദ്യമായിട്ട് പുറത്തിറങ്ങിയതാ. വഴി കിടന്ന് അലവലായിട്ട് വഴക്കുണ്ടാക്കിയല്ലേ, അതിന് നാളെ എനിക്കാ. എന്താ അവിടെ തന്നെ നിന്നളഞ്ഞേ? ഇരിക്കുന്നില്ലേ? ഞാനിവിടെ നിന്നോളാം.
നിങ്ങളിരിക്കെ. നിങ്ങളോ? അല്ല, പേര് വിളിച്ചാൽ ചിലപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച. ഇന്നെന്താ പതിവില്ലാത്തൊരു ബഹുമാനം? എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു എന്ത്? ഈ കരാട്ടയും കയ്യാങ്കളിയൊക്കെ അറിയാന്ന്. ഞാൻ ചെറുപ്പത്തിലേ പഠിച്ചതാ. ചേട്ടന് കളിയാക്കുന്നു കണ്ടപ്പോ എനിക്ക് സഹിക്കാനായില്ല. അപ്പോൾ ഞാൻ ചീത്ത പറയുമ്പോഴൊക്കെ ദേഷ്യം വരാറില്ലേ? ചീത്ത പറഞ്ഞാലും താലി കെട്ടിയ പുരുഷനാവുമ്പോ സഹിക്കല്ലാതെ മറ്റു മാർഗമില്ലല്ലോ. ആഞ്ജനേയ, എല്ലാം അവിടുത്തെ കടാക്ഷം എന്ന് പറഞ്ഞാൽ മതി. അവൾ എന്റെ ഭാര്യയായിരിക്കുന്നത്തോളം കാലം ഒരുത്തനും ഒരു ചുക്കും എന്നെ ചെയ്യൂല. അവളുടെ കരുത്തിൽ താലി ഉള്ളിടത്തോളം കാലം എന്നോടൊരു വാക്കും മറുത്ത് പറയൂല. അയ്യോ, വരാത്തല്ലേ? എന്നാലേ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞങ്ങൾ ഇതിനെ തട്ടാൻ പോവാ. എന്താ എന്താ ഉണ്ടേ? ഞാൻ എന്തോ സ്വപ്നം. ഇങ്ങനെയാ സ്വപ്നം കാണുന്നേ? നിന്റെ കരാട്ട കൈകൾ എഴുത്ത് വേണ്ട. എനിക്കിത് ശരിക്കും മനസ്സിലായിട്ടില്ല. കേരളത്തിൽ കിട്ടുകൊണ്ട് കൊച്ചു പറയാൻ മനസ്സിലായോ? ആ കളിക്കുന്നു. വാച്ചിന് സമയം തെറ്റിയാലും അവന് തെറ്റത്തില്ല. അല്ലേ? നിങ്ങളെ കുഞ്ഞാറ വരവുണ്ടല്ലോ, അവളെ ചവിട്ടാൻ നോക്കി. അത് നേരത്തെ കണ്ട് ഞാൻ ഒഴിഞ്ഞു മാറുകൊണ്ട് എന്റെ ദേഹത്ത് കൊണ്ടില്ല. ഞാൻ സ്വപ്നത്തിൽ അറിയാതെ സ്വപ്നം കണ്ടതാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഇതുപോലെ ഇവൾ പലരും സ്വപ്നം കാണും. എന്നെ ചവിട്ടും. ഇല്ലെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? എന്തോ നാളായത്? റോഡിൽ കിടന്ന് നാട്ടുകാരോട് തല്ലുണ്ടാക്കിയ ഇവള് നാളെ എന്നെ എന്ത് ചെയ്യാൻ പഠിക്കില്ല. അതുകൊണ്ട് ഇന്നു മുതൽ എന്റെ കിടപ്പ് പുറത്ത്. അവന്മാര് കളിയാക്കിയപ്പോ എനിക്ക് എന്റെ തല അറിയാൻ വയ്യെന്ന് കരുതിയോ? അതോ കൈയില്ലെന്ന് കരുതിയോ? അവളുടെ ഒരു ബ്രൂസ്ലി ചമയല്ലേ. പെമ്പിള്ളാരായ കുറച്ച് അടക്കോ ഒതുക്കൊക്കെ വേണം, മനസ്സിലായോ? അല്ലാണ്ട് റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കിയല്ല വേണ്ടത്. അയ്യോ, കള്ളൻ കള്ളൻ കള്ളൻ. ചേട്ടനായിരുന്നോ? അല്ല, ചേട്ടന്റെ പ്രേതം. ഞാനിങ്ങ് പേടിച്ചു പോയി. എന്റെ വയറ് പോയി ഇതിന് ചവിട്ടുകൊണ്ട്. ചേട്ടൻ എന്തിനാ പാതിരാത്രിക്ക് ഇവിടെ വന്ന് കിടക്കണേ? എന്തിനാണ്? സിംഗപ്പൂര് കച്ചേരിയുടെ കാര്യം പറഞ്ഞും അലുവാ തീറ്റിച്ചും കയറി തൂങ്ങിയും അവരെന്നെ കല്യാണം കഴിപ്പിച്ചു. അതുപോലെ നിന്നേം കൊടുക്കും ആ കയറിട്ട് തന്ത. ഓ പിന്നെ പിന്നെ ഞാനിപ്പോ വരാന്തലേ ആയുള്ളൂ. നീ അങ്ങ് നട റോഡിലാവും. ആര്? ഞാനാ? എന്റെ പൊന്നനിയ, കെട്ടണമെന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ടൊരു പെണ്ണിനെ പ്രേമിച്ച് കെട്ടിക്കും. വരുന്നുണ്ട്, തുടങ്ങിക്കോ. എടാ പ്രദീപേ, നീ ഇങ്ങനെയൊക്കെ നടന്നാ ഇത് എങ്ങനെ നടക്കണമെന്നാ? അല്ല, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടായോന്ന്. ചേട്ടാ, തന്തയും തള്ളയും ചത്തുപോയെന്ന് വെച്ച് ലോകത്ത് ആരെങ്കിലും കല്യാണം കഴിക്കായിരിക്കും? എടാ ഔസേപ്പേ, നിന്നോട് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു അനാഥനല്ലെന്ന്. എന്നെങ്ങനെ ആരും വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നീ ഇമോഷണൽ ആകാതളിയാ. ഈ ഔസേപ്പുള്ളിടത്തോളം കാലം നീ അനാഥനല്ലടാ. നിന്നെ അനാഥനാക്കാൻ ഞാൻ അനുവദിക്കില്ല. എവിടുന്നെങ്കിലും ഒരു നല്ല പെണ്ണിനെ കണ്ടുപിടിച്ച് അവളെ കൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിക്കും. അന്നു മുതൽ ആരും പറയില്ല നീ ഒരു അനാഥനാണെന്ന്. വർക്കൗട്ട് ആവുന്നുണ്ട്, പൊക്കോ. ഇനി നാട്ടിച്ച് കളയരുത്. പോയോ?
ഇപ്പം സംസാരിച്ചൊക്കെ നേരാണോ? എന്ത്? അനാഥനാണെന്ന്. ഇനിയും അത് പറഞ്ഞെന്നെ വേദനിപ്പിക്കരുത്. ഞാൻ അനാഥനല്ല. അല്ല. അയ്യോ, വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഇല്ല. ഇനി മുതൽ പ്രദീപ് അനാഥനല്ല. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം, എന്നെ ഇഷ്ടമാണെന്നല്ലേ. അത് ശരി, അങ്ങനെയാണോ? ഞാൻ വൈകിട്ട് കൊടുത്തേക്കാം. ഞാൻ പിന്നെ വിളിക്കാം. റോഷിനി പോയിക്കോളൂ. യെസ് മാഡം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ഓഫീസിൽ ഒന്ന് കാണരുതെന്ന്? എപ്പോ വീട്ടിൽ വന്നാലും ചേച്ചിയമ്മ അവിടെ കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് വന്നത്. കാശിന് അത്യാവശ്യമായിരിക്കും. അതെ. എന്നാൽ ഇനി ദൂത്തടിക്കാൻ കാശ് ഞാൻ നിനക്ക് തരില്ല. പിന്നെ എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ആരോട് ചോദിക്കും ചേച്ചമ്മേ? വിൽസൺ, കുറ്റം എന്റേതാണ്. കുട്ടികളില്ലാത്ത ഞാൻ നിന്നെ സ്നേഹിച്ചു വളർത്തി, പഠിപ്പിച്ചു. ചോദിക്കുമ്പോഴൊക്കെ ആവശ്യമുള്ള പണം തന്നു. പക്ഷേ അതെങ്ങനെ കള്ളുകുടിച്ചും കൂട്ടുകൂടിയും ചെലവാക്കാനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഓക്കെ, ഐ റിപ്പന്റ്. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നാ ചേച്ചമ്മ പറയുന്നത്? ഇനിയെങ്കിലും പണത്തിന്റെ വില നീ അറിയണം. സ്വന്തമായി അധ്വാനിച്ച് കാശുണ്ടാക്കണം. അതിന് നീ തയ്യാറാണെങ്കിൽ ഞാനൊരു ജോലി തരാം. ഓക്കെ, അഗ്രീഡ്. ഓക്കെ മാഡം. ഈ കക്ഷി ആരാന്ന് പറഞ്ഞേ? മേഡത്തിന്റെ ചേച്ചിയുടെ മകൻ. എന്നിട്ടെന്താ, പുള്ളി ഇപ്പൊ സാറിന്റെ അസിസ്റ്റന്റാ. മൂപ്പർക്ക് പഴയ പ്രേമരോഗം വല്ലതും ഉണ്ടോ? അയ്യോ, ഒന്നുമില്ല. ആള് വെറും പാവാ. അല്ല, അങ്ങനെ വല്ലതും ഉണ്ടേ പറഞ്ഞാ മതി. തെങ്ങും ചാരി എന്നും പെണ്ണിനെ കൊണ്ട് പോയെന്ന്. ഓ, പെണ്ണിനെ കൊണ്ട് പോയൊന്നുമില്ലല്ലോ, വെറുതെ ചുറ്റുന്നല്ലേ ഉള്ളൂ. മാസം 3 ഞാനറിയാതെയോ? അയ്യോ, അതല്ല, ചുറ്റാൻ തുടങ്ങിയിട്ട് മാസം 3 പറഞ്ഞ്. ഇനി നീട്ടിക്കൊണ്ട് പോകാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്തണം. വീട്ടുകാരെ അറിയിക്കണ്ടേ? വീട്ടുകാരോ? അല്ല, വീട്ടുകാരെ പോലത്തെ എന്റെ കൂട്ടുകാര്. അതാണോ? അതിനധികം സമയം വേണ്ടല്ലോ. വേണ്ട. അയ്യോ, ഞാനിങ്ങനെ ഇറങ്ങാം. എന്റെ തോളെ പിടിച്ചോണ്ട് ഇറങ്ങടി. എന്നാ നമുക്കൊരു കാര്യം ചെയ്തില്ല, ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നമ്മുടെ കല്യാണം അതിഗംഭീരമായി നടത്തുകയാം. ഓക്കെ? ഓ, രജിസ്റ്റർ ഓഫീസ് ഒന്നും വേണ്ട. വലിയ ആർഭാടൊന്നും ഇല്ലെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാലെന്താ? ക്ഷേത്രമായാലും പള്ളിയായാലും തന്തയും തള്ളേ അറിയാണ്ടിരുന്നാൽ മതിയായിരുന്നു. തന്തയും തള്ളേ? അല്ല, തന്തയും തള്ളയില്ലാത്ത നമുക്ക് ക്ഷേത്രമായാലും എന്താ പള്ളിയായാലും എന്താന്ന് ഞാൻ പറയായിരുന്നു. എന്നാ ഇപ്പൊ തന്നെ ഒരു ജോത്സ്യനെ കണ്ട് നല്ലൊരു മുഹൂർത്തം നോക്കാം. പോയിക്കളയാം. അപ്പൊ നമ്മൾ നേരെ പോയി ജോത്സ്യനെ കാണുന്നു. അതിനുശേഷം നിന്നെ ഫ്രണ്ട്സിന്റെ പാർട്ടിക്ക് ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ? ഓക്കെ. ഹലോ. ഹായ് ലക്ഷ്മി. മാഡം ലിസി ശരിയൊന്നും എത്തിയില്ലേ? അവര് ഷോപ്പിംഗ് കഴിഞ്ഞ ഉടനെ വരാന്ന് പറഞ്ഞു. ആ, എന്താ കഴിക്കാൻ? അയ്യോ, ഞാൻ ഈ പാർട്ടിക്കാരനല്ലേ. അതെന്താ? ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നല്ലേ. ഓ, അപ്പൊ ഞാൻ പോകുന്നു. എന്താ ഇത്ര ധൃതി? ഇനിയിപ്പോ ധൃതിയൊന്നുമില്ല. തന്റെ പരാതികളെല്ലാം തീർന്നില്ലേ? ജോത്സ്യരെ കണ്ടു, മുഹൂർത്തം നിശ്ചയിച്ചു. വരുന്ന വെള്ളിയാഴ്ച 9-നും 10-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നിന്റെ കഴുത്തിൽ ഞാൻ. ഇപ്പോഴാണ് ഓർത്തെ, 6 മണിക്ക് എനിക്ക് അത്യാവശ്യമായിട്ടൊരു ബിസിനസ് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അതിന് പോയില്ലേ എന്റെ ജോലി തെറിക്കും. ഓ, തലപോകുന്ന കാര്യമൊന്നുമല്ലല്ലോ. ഇനി ഇവിടെ എന്റെ ജീവൻ പോകും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നാളെ കൃത്യം 6 മണിക്ക്. പ്ലീസ്, ഒരു 5 മിനിറ്റ് ധൃതിപ്പെടല്ലേ. കളി വേറെ, കാര്യം വേറെ. നാളെ കൃത്യം 6 മണിക്ക്. ഓ, അയ്യോ, ആ കാലം കണ്ടോ. ഹായ് റോഷ്നി. ഹായ് ശൈലജ. എത്ര നാളായി നിന്നെ കണ്ടിട്ട്. ഇതാരാ? നിന്റെ അമ്മാവനാ? അല്ലല്ലോ, ഇവളെന്റെ അമ്മുമ്മ. അപ്പഴാ ഞാൻ പറഞ്ഞ നിന്നോട് ഞാൻ പുറത്തു വരത്തില്ലെന്ന്. അയ്യോ, എന്റെ ഹസ്ബൻഡാ. സോറി ട്ടോ. ഇത് ചേട്ടന്റെ അച്ഛൻ. അമ്മ. ഇത് രോഷ്നി, എന്റെ ക്ലോസ് ഫ്രണ്ടാ. 8 വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. നീ ഇവിടെ? ഞാൻ ഗ്രീത്ത എക്സ്പോർട്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. സിനിമയ്ക്ക് സമയമായി. എന്തായാലും നിന്റെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചില്ല. എന്റെ കല്യാണത്തിന് നിങ്ങളെ എല്ലാവരെയും ഇപ്പോഴേ ക്ഷണിച്ചിരിക്കുന്നു. വരുന്ന വെള്ളിയാഴ്ച കാലത്ത് 9 മണിക്കുള്ളിൽ മരുത്തൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം. നിനക്കറിയാലോ, എനിക്ക് മറ്റാരുമില്ലെന്ന്. എന്റെ വീട്ടുകാരുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ എല്ലാവരും കൂടി കല്യാണം നടത്തി തരണം. അത് പിന്നെ പറയാനുണ്ടോ? അത് ശരി, ആരാ പയ്യൻ? ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയത്. ആണോ? സംസാരിക്കാൻ സമയമില്ല, സിനിമയ്ക്ക് നേരമായി. ഇനി മരത്തൂർ വെച്ച് കാണാം. പറഞ്ഞിട്ട് പാടി. ശരി, ഞങ്ങൾ വരട്ടെ. വരട്ടെ. ബൈ.
ആ നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നു. എന്താണ് അവിടെ? കാല തന്റെ കാലാന്നോ? അല്ല കാല ഇവിടെ എന്താ പോയിരുന്നു? കാല ഇവിടെ. കാല അമ്മയെ കാലം നിർത്തി വെച്ചേ. ഇനി രണ്ടുപേരും ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചു. ഇവൻ ആരോ കൈവശം കൊടുത്തിരിക്കട്ടോ. അല്ല പിന്നെ ഈ നല്ല ബുദ്ധി ഇപ്പൊ എവിടുന്ന് വന്നാലാ? ആ ഏതായാലും നന്നായി വാ. എന്താ മോനെ കാര്യം? അമ്മേ, ഈ ബാങ്ക് ജോലി കൊണ്ടൊന്നും എനിക്ക് ജീവിക്കാനൊക്കത്തില്ലെന്ന് അമ്മയ്ക്കറിയാലോ. അതുകൊണ്ട് ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി. അതിന്റെ കാര്യത്തിന് വേണ്ടി പോവാ. ഇനിയിപ്പോ അതുപോലെ രാത്രിയിൽ വീട്ടിലെത്താൻ ഒത്തൊന്നും വരില്ല. ഒരു ജോലി വേണമെന്ന് പറഞ്ഞ് ബാങ്കിൽ പോയി. പേരിന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നീ സമ്പാദിച്ചു വേണോ മോനെ ഇവിടെ കഴിയാൻ? പിന്നെ എന്തിനാ മോനെ ഈ ഉറക്കൊഴിച്ചിട്ടുള്ള ജോലി? ലാഭമുള്ള ബിസിനസ് ആണോ? ലാഭം കിട്ടണ എങ്ങനെയാലും ഒരു 10 മാസം കഴിയും. എന്ത് ബിസിനസ്സാ? എന്തായാലും ലാഭമുള്ള ബിസിനസ് ആണെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ടോ? ഞങ്ങള് രണ്ടു അപ്പൊ പിന്നെ തൊഴിൽ തിരക്കൊന്നും ഉണ്ടാകത്തില്ല. എന്നാ പിന്നെ നിന്റെ അച്ഛനെ കൂടെ കൂട്ടിക്കോ. അയ്യോ, നിന്റെ മുതലായതുകൊണ്ട് വേറെ ആരും കൊണ്ടുപോകാതെ സൂക്ഷിച്ചോളാം. അത് ശരിയാവില്ല. മൂന്നാമതൊരാളെ കൂട്ടാൻ പറ്റിയ ബിസിനസ് അല്ലത്, സ്വന്തം തന്തയെ പോലും. എന്റെ സുഭദ്ര ഞാൻ നോക്കുന്ന പോലെ നിന്റെ ബിസിനസ് ഞാൻ നോക്കിക്കോളാം. അതുപോലെ ഞാൻ നോക്കിക്കോളാം. അച്ഛനെ അമ്മയെ നോക്കിയാൽ മതി. എനിക്ക് നിന്ന് വരിക സമയമില്ല. എന്റെ പാർട്ട്ണർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ കാണാം. എന്റെ പറ്റി എവിടെ? എടാ കണ്ണിച്ചോരില്ലാത്ത മോനെ, എന്നെ ഇങ്ങനെ തയ്യാറാ. ഒന്നുകൂടെ ആലോചിക്ക്. ഔസേട്ടന്റെ ആരോ ചത്തൊന്നും പറഞ്ഞ് നാട്ടിൽ നിന്ന് കമ്പി വന്നു. ചേട്ടൻ നാട്ടിലേക്ക് പോയി പറയാൻ പറഞ്ഞു. ചാവാൻ കണ്ടൊരു നേരം അവനവിടെ എല്ലാം അറേഞ്ച് ചെയ്യാൻ. ഇനിയും ചടങ്ങ് തുടങ്ങാം. എന്റെ ഒരു കൂട്ടുകാരിയും കുടുംബം വരാന്ന് പറഞ്ഞിരുന്നു. അവരെ കണ്ടില്ല. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. അവരൊക്കെ പിന്നെ വന്നോളൂ. മുഹൂർത്തം തീർന്നു വരുമ്പോ താലി കെട്ടണം. ആ അവര് വരുന്നുണ്ട് കേട്ടോ. ഇവരെങ്ങനെ ഇവിടെ എവിടെ മൊഴിഞ്ഞു കയറി വന്നോളും? കാറ് കേടായതുകൊണ്ട് ടാക്സി പിടിച്ചാ വന്നത്. അതാ താമസിച്ചത്. ഞങ്ങളെ മൂത്ത സന്തയില്ലേ ഇവിടെ കെട്ടിയവൻ തരികട അവനോട് നിർത്തിട്ട് വന്നിരിക്കുക. വരൂ അമ്മേ. ചെറുക്കനെ കണ്ടിട്ട് രണ്ടാം കെട്ടുകാരനെ പോലെ ഇരിക്കുന്നു. അത് തന്ത്രിയാണ്. അത് ഊന്നിൽ കണ്ടപ്പോ മനസ്സിലായി. എന്നാലും പാവം കല്യാണം നടത്തുന്ന തന്ത്രിയാണെന്ന്. ഓ അങ്ങനെ. അപ്പൊ ചെറുക്കനെവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് എവിടെ പോയി? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താ നരസിംഹോ? അയ്യോ, ഇതെന്ത് തമാശയാ? നിനക്ക് തമാശ. മുഹൂർത്തം കഴിയുന്നവരെ എന്റെ മകനെ ആരും കാണാൻ പാടില്ല. കണ്ട കുഴപ്പ നേരത്തെ ഇതെന്ത് നേർച്ചയാ? എന്റെ അച്ഛന് കുട്ടികളില്ലാത്തതുകൊണ്ട് നേർന്നതാ. അപ്പൊ പിന്നെ നീ എങ്ങനെ? എന്താ വേണ്ടാത്ത ചോദ്യമൊക്കെ ചോദിച്ചോണ്ട്? പിന്നെ വിവരം അറിയണ്ടേ? ഉണ്ടായിരിക്കണം. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അച്ഛൻ നേർന്നതാ. അച്ഛന് കുട്ടികളുണ്ടായ ഞങ്ങളുടെ വീട്ടിൽ എന്ത് ആഘോഷം ഉണ്ടായാലും ഇതെന്നെ കൊണ്ട് ധരിപ്പിക്കാമെന്ന്. എന്നിട്ടെന്ത് ഇത് നേരത്തെ വെക്കാഞ്ഞേ? അതിന് എന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് ഇവരെ കണ്ടപ്പോഴാണ് ഞാനത് ഓർത്തത്. അല്ല ആരാ എന്റെ മകന്റെ മൂങ്ങോട് എടുത്തത്? ഇത് പൊന്നി കേട്ടോ, ചതിക്കരുത്. മുഹൂർത്തം തീരുന്നവരെ ഈ മമ്മൂടി എന്റെ മുഖത്തിരുന്നില്ലെങ്കിൽ ആകെ ചളവാവും. ഇതൊരു നേർച്ചയാണ് കേട്ടോ, നേർച്ച. എന്റെ പൊന്നി മോനല്ലേ, ഇതൊന്ന് തീർന്നോട്ടെ. മോൻ ഒന്നല്ല 9 മമ്മൂടി ഞാൻ മേടിച്ചു തരും. ചേട്ടാ ചതിക്കരുത്, ചളമാക്കരുത് പ്ലീസ്. എന്നാ നേരത്തെ നടക്കട്ടെ. ദേവി, മുഹൂർത്തത്തിന് സമയമായി. മുഹൂർത്തമായി. എന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ഈ കല്യാണം നടത്തി തരണം. നിങ്ങൾ എന്റെ ചേട്ടത്തെ അമ്മയുടെ സ്ഥാനത്ത് നിന്നു. അതിനല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്. മോൻ അവിടെ ഇരിക്കേ. മോൻ ഇങ്ങ് വാ. വാ. അവിടെ നോയിക്കൊണ്ടിരിക്കാതെ ആ മാല എടുത്തു കൊടുക്കണം. സർവത്ര മംഗളാദി പോന്തു. ആ മാല എങ്ങോട്ട് കൊടുക്കണം? മാല ആദ്യം ആരാടണേ? അച്ഛനമ്മ എവിടെ പോയോ? നിങ്ങളിനി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇത്രയും പിതൃഭക്തിയുള്ള ഒരു മകനെ ഞാനിതുവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നീ ശ്രീരാമനേക്കാൾ സീനിയറാ മോനെ. നമ്മുടെ ആദ്യ രാത്രി ഹോട്ടലിലായത് എന്ത് നന്നായില്ലേ? അതെ അതെ, ആ ഔസേപ്പച്ചനെ ഏൽപ്പിച്ചപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചതാ നമ്മുടെ ആദ്യ രാത്രി ഹോട്ടലിലാവുമെന്ന്. നാശം. അങ്ങോട്ട് കേറി വാ.
സമയം കളയാതെ. എന്ത് പറ്റി? അതിനെ ഞാൻ ചോദിച്ചു, എന്താ നിന്റെ വായുന്നൊരു അവസരം? ഞാനല്ല. പിന്നെ അയ്യോ ഒന്നും പറ്റില്ല സാർ. നീ ഇതുവരെ പോയില്ലേ? സാറിന് ചിൽഡ്രൻസ് വല്ലതും ആവശ്യമുണ്ടോ? ചിൽഡ്രൻസോ? അതെ സാർ. എടാ ദരിദ്രവാസി, ഞങ്ങൾ പോലും തീരുമാനിച്ചിട്ടില്ല ഇതുവരെ ചിൽഡ്രൻസ് വേണോ വേണ്ടയോ എന്ന്. 3 മാസം 6 മാസം തരം തിരിച്ചു വെച്ചിട്ടുണ്ട് സാർ. ഇതാ ഞാൻ പറഞ്ഞത്, കണ്ട ഹോട്ടലൊന്നും റൂം എടുക്കണ്ടെന്ന്. എടാ കഴിവറയുടെ മോനെ, എന്താണ് സാർ? നിന്റെ അയ്യോ, അയ്യോ, ചിൽഡ്രൻസ് അയ്യോ. മാങ്ങാ തൊലി. അയ്യോ, വേണ്ട. ഇവിടെ കണ്ടു പോയി കഴിഞ്ഞോണ്ടല്ലോ കാര്യം തല്ലി പതുക്കെ. സാർ തിന്നാൻ എന്തെങ്കിലും വേണോ സാർ? അയ്യോ വേണ്ട, അതൊക്കെ വേണ്ട, ഞങ്ങൾ വേണ്ട, തിന്നോളാം. വേണ്ട. തൽക്കാലം മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പൂക്കൾ വിതറി നമ്മുടെ മണിയറ നമുക്ക് അലങ്കരിക്കാം. എന്നിട്ട് ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഇന്ന് അവരിട്ട് രണ്ട് കൊടുത്തിട്ട് വേറെ കാര്യമുള്ളൂ. കുറെ നേരമായി ഒരു മനുഷ്യൻ. അയ്യോ എടാ കഴിവറ. അയ്യോ സാർ, ഞങ്ങൾ ഭാര്യയും ഭർത്താവാണ് സാർ. ഇതെല്ലാവരും പറഞ്ഞ ഡയലോഗ് തന്നെയാ. വാ, സ്റ്റേഷനിൽ പോയി തീരുമാനിക്കാം. അയ്യോ അതൊന്നുമല്ല, ഇന്ന് രാവിലെയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് സാർ. പ്ലീസ്, ഞാൻ പറയുന്നു. കൂടെ കിട്ടിയിട്ടുണ്ട്. അയ്യോ സാർ, എന്നെ ഓർമ്മയില്ലേ സാർ? ഇന്ന് രാവിലെ അമ്പലത്തിൽ വെച്ച് മോമുടി വെച്ച് ഞങ്ങൾ തമ്മിൽ കല്യാണം. അതെ സാർ. പ്ലീസ് പ്ലീസ് സാർ. ഞാൻ സാറിനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. സാർ, ഇവരുടെ കല്യാണം ഇന്ന് രാവിലെ ആയിരുന്നു. അമ്പലത്തിൽ അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു സാർ. നിങ്ങൾക്ക് താമസിക്കാൻ ഇതുപോലത്തെ ഹോട്ടൽ കിട്ടുള്ളൂ മിസ്റ്റർ. വലിയ ആശയം സാർ. നിനക്ക് പുള്ളിയുടെ താമസ സ്ഥലത്തിൽ കൂടെ കൂടിക്കൂടായിരുന്നോ? അതെങ്ങനെയാ? അവർ 5-6 ബാച്ചിലേഴ്സ് ഒന്നിച്ച് താമസിക്കുക. പെട്ടെന്ന് വേറൊരു വീട് അന്വേഷിച്ചിട്ട് ഒന്നും ശരിയായിട്ടില്ല. അതിന് മോള് വിഷമിക്കണ്ട. ഞങ്ങളുടെ വീടിന്റെ മുകളിലത്തെ മുറികളെല്ലാം ഒഴിഞ്ഞു കിടക്ക. നിങ്ങൾ ഞങ്ങൾക്ക് മക്കളെ പോലെ അല്ലേ? ഇനി മുതൽ നിങ്ങൾ ഇവിടെ താമസിച്ചാ മതി. അപ്പൊ പിന്നെ വാടക? ഓ, അതൊക്കെ ഞങ്ങൾ പിന്നെ മേടിച്ചോളാം. ഹലോ, രോഷ്നിയാ? നമുക്കൊരു വീട് കിട്ടിയിട്ടുണ്ട്. അതെയാ? ഇന്നലെ അങ്ങോട്ട് മാറണം. ശരി, മാറിക്കളയാം. എവിടെയാ വീട്? അതൊക്കെ പിന്നെ പറയാം. എന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൃത്യം 3 മണിക്ക് തന്നെ റെഡി ആയിരിക്കും കേട്ടോ. ഓക്കെ, കൃത്യം വൈകിട്ട് 3 മണിക്ക് തന്നെ ഞാൻ ഹോസ്റ്റലിൽ ലാൻഡ് ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു. ഓക്കെ? അയ്യ, എന്ത് ഭംഗി! കാർ കയറിപ്പോ പോലെ ഉറക്കം തുടങ്ങിയതാ. ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റുമ്പോൾ നമുക്ക് കുറെ സാധനങ്ങൾ വാങ്ങിക്കണേ. ഒരു ഡൈനിങ് ടേബിള്, കുറച്ച് ചെയർസ്, ഒരു ഫാൻ, വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ്, മിക്സി, പിന്നെ ഒരു കത്തി എന്നെ കുത്താൻ. ഡ്രൈവർ, ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിയണേ. മുടിയൊരു ഉറക്കം. ഇന്ന് എടുത്തിട്ട് വേഗം വന്നേക്ക്. അല്ല, ഇതാരിത്? ശൈലജേ, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. ഡ്രൈവർ, എത്ര രൂപയായി? 15-60.